ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. എൻ്റെ ഉമ്മയും വല്യമ്മയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും ഉപയോഗിക്കാതെ ആയിരുന്നു കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഉള്ളി ഇല്ലാതെയുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾക്കറിയാമോ, വെറും 35-40 വർഷമേ ആയിട്ടുള്ളൂ നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ളിയും തക്കാളിയൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മളിന്ന് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അതിന് 2 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പകുതിയായിട്ട് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 സ്പൂൺ പച്ചമുളക് ചതച്ചെടുത്തതാണ്. അതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 1/2 kg ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് 2 സ്പൂണ് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചിക്കൻ മസാല 1.5 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു വലിയ സ്പൂണിന് 2 സ്പൂണ് തൈര് കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ബിരിയാണി നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബിരിയാണി കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ചെറുതാക്കി അരിഞ്ഞതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 1/2 kg ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ഈ മസാലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുക. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. ഇനിയാണ് നമ്മളിതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻസായ ഉള്ളിക്ക് പകരമായിട്ടുള്ള ക്യാബേജ് ആഡ് ചെയ്യുന്നത്. ഇതൊരു 2 കപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാബേജ് ഉപയോഗിക്കുമ്പോൾ കാബേജിൻ്റെ ടേസ്റ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 2 സ്പൂണ് വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കാബേജൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. ഇത് ചിക്കൻ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ അല്പം കൂടി പുതിനയിലയും മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ പാന് അടച്ച് വയ്ക്കുക. നമ്മൾ പാന് ക്ലോസ് ചെയ്ത് വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ടാവും ഈ ഒരു സമയം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസും കൂടി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കറുകയിലയും അതുപോലെ
കറുകപ്പട്ട ഒരു 2, 3, 4 കഷ്ണവും ഏലക്കായ, ഗ്രാമ്പു ഇവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ ചെറുനാരങ്ങ, വിനാഗിരി അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാനിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് റൈസൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളത്തിൽ നിന്നും റൈസ് മാറ്റിയെടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് അതിലേക്ക് ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 70% റൈസ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ദമ്മിടുമ്പോൾ തന്നെ നല്ല കുക്കായി വരും. ഇനി നമ്മൾ ചിക്കൻ്റെ മസാലയിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് അല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 2-3 ലെയർ ആക്കിയിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ റൈസൊക്കെ ലെയറാക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ദമ്മിട്ട് വെക്കാം. അതിനുവേണ്ടി ഞാനിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിക്കൊക്കെ വില കൂടുന്ന സമയത്ത് ഉള്ളി ഇല്ലാതെ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ഉള്ളി ഇല്ലാത്ത ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിലിടുക. താങ്ക്